വിശുദ്ധ എലിസബത്ത് രാജകുടുംബത്തിൽ ജനിച്ചിട്ടും ദരിദ്രരോടുള്ള അഗാധമായ സ്നേഹത്തിലൂടെയും അനുകമ്പയാലും ലോകത്തിന് മാതൃകയായ ഒരു വിശുദ്ധയാണ്. കാരുണ്യപ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായിട്ടാണ് എലിസബത്ത് അറിയപ്പെടുന്നത്. ബാല്യവും രാജകീയ വിവാഹവും. ഹംഗറിയിലെ രാജാവായ ആന്ദ്രേ രണ്ടാമൻ മകളായി 1207 എലിസബത്ത് ജനിച്ചു. 4-ാമത്തെ വയസ്സിൽ രാഷ്ട്രീയ സഖ്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അവളെ ജർമ്മനിയിലെ തുരിഞ്ചീനിലെ രാജകുമാരനായ ലൂയി 4-ന് വിവാഹം ഉറപ്പിച്ച് അവിടുത്തെ കൊട്ടാരത്തിലേക്ക് അയച്ചു. 14-ാം വയസ്സിൽ അവർ വിവാഹിതരായി. ഈ ദാമ്പത്യം ഹ്രസ്വമായിരുന്നെങ്കിലും സ്നേഹവും വിശ്വാസവും നിറഞ്ഞതായിരുന്നു. എലിസബത്തിന് ധാർമ്മികമായ കാഴ്ചപ്പാടുകളെ ലൂയി രാജാവ് എന്നും പിന്തുണച്ചു. ഒരു രാജ്ഞിയുടെ ആഡംബരങ്ങളെല്ലാം അവൾക്കുണ്ടായിരുന്നിട്ടും എളിമയും പ്രാർത്ഥനയും ദരിദ്രരെ സേവിക്കുന്നതിലുമായിരുന്നു എലിസബത്തിന് സന്തോഷം. അത്ഭുതകരമായ കാരുണ്യപ്രവർത്തനങ്ങൾ. തൻ്റെ കൊട്ടാരത്തിൽ വളരുന്ന ദരിദ്രരെ മാത്രമല്ല, നാടിൻ്റെ മുക്കിലും മൂലയിലുമുള്ള പാവപ്പെട്ടവരെയും എലിസബത്ത് സഹായിക്കാൻ ശ്രമിച്ചു. രാജ്ഞിയായിരുന്നിട്ടും ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ച് എന്നും കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണവും വസ്ത്രവും രഹസ്യമായി കൊണ്ടുപോയി അവൾ പാവങ്ങൾക്ക് നൽകി. റോസാപ്പൂക്കളുടെ അത്ഭുതം. എലിസബത്ത് ദരിദ്രർക്കായി കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ കൊട്ടാരത്തിലെ പണമാണ് നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ചില പ്രഭുക്കന്മാർ രാജാവിനോട് പരാതിപ്പെട്ടു. ഒരു ദിവസം പതിവ് പോലെ അപ്പവുമായി പോകുമ്പോൾ ലൂയി രാജാവ് അവളെ തടഞ്ഞു നിർത്തി. പുതപ്പിനുള്ളിൽ എന്താണെന്ന് വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. പുതപ്പ് മാറ്റിയപ്പോൾ അതിനുള്ളിൽ അപ്പത്തിന് പകരം ചുവന്നതും വെളുത്തതുമായ റോസാപ്പൂക്കൾ കാണപ്പെട്ടു. ഈ അത്ഭുതം ദൈവത്തിൻ്റെ സംരക്ഷണം തൻ്റെ ഭാര്യയുടെ കാരുണ്യപ്രവർത്തനങ്ങൾക്ക് ഉണ്ടെന്ന് രാജാവിന് മനസ്സിലാക്കി കൊടുത്തു. വൈദ്യവ്യവും ദാരിദ്ര്യത്തിലുള്ള ശുശ്രൂഷയും. വിവാഹ ജീവിതവും 6 വർഷം മാത്രം നീണ്ടുനിന്നു. 1227 കുരിശ് യുദ്ധത്തിന് പോയ ലൂയി രാജാവ് ഇറ്റലിയിൽ വെച്ച് അസുഖം ബാധിച്ചു മരിച്ചു. ഭർത്താവിൻ്റെ മരണശേഷം എലിസബത്ത് രാജകീയ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്നു. തനിക്ക് ലഭിച്ച സ്ത്രീധനം ഉപയോഗിച്ച് അവൾ ഒരു ആശുപത്രി സ്ഥാപിക്കുകയും അവിടെ രോഗികളെയും ദരിദ്രരെയും ഒരു ദാസിയെപ്പോലെ ശുശ്രൂഷിക്കുകയും ചെയ്തു. തീവ്രമായ പ്രാർത്ഥനാ ജീവിതം നയിച്ച എലിസബത്ത് തൻ്റെ 24-ാം വയസ്സിൽ 1231 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ഒരു രാജകീയ പദവിയിൽ ഇരുന്നിട്ടും എലിസബത്ത് ലളിതമായ ജീവിതം തിരഞ്ഞെടുത്തു. പദവിയോ സമ്പത്തോ അല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളിലെ സ്നേഹമാണ് ഒരു വ്യക്തിയെ മഹത്തരമാക്കുന്നത് എന്ന് അവളുടെ ജീവിതം തെളിയിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ചാലും ശരിയായി ചെയ്യുവാനുള്ള ധൈര്യം അവളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണം.